ADGP MR അജിത് കുമാറിൻ്റെ മൊഴി എടുത്തു കഴിഞ്ഞ ദിവസം. എന്താണ് വിവരങ്ങളൊന്നും പുറത്തു വന്നിട്ടുമില്ല. അല്ല, പൂർണ്ണമായി വന്നിട്ടില്ല. ഭാഗികമായി ചില വിവരങ്ങൾ വന്നിട്ടുണ്ട്. അതിനകത്ത് അൻവറിൻ്റെ ചില ബന്ധങ്ങൾ, എന്തുകൊണ്ട് അൻവർ തനിക്കെതിരെ നിലപാടെടുക്കുന്നു, ആരെ സംരക്ഷിക്കാനാണ് അൻവർ ഇത്തരം കാര്യങ്ങളുമായി വരുന്നത് തുടങ്ങിയ കാര്യങ്ങൾ ADGP MR അജിത് കുമാർ തൻ്റെ മൊഴിയിൽ പറഞ്ഞിരിക്കുന്നു എന്നാണ് അറിയാൻ കഴിയുന്നത്. മാത്രമല്ല, MR അജിത് കുമാറിനെ സംബന്ധിച്ച് അദ്ദേഹം സാധാരണ മൊഴി രേഖപ്പെടുത്തുന്നത് നമ്മൾ പറയുന്നു, ഒരാൾ എഴുതിയെടുക്കുന്നു, DGP എഴുതിയെടുക്കുന്നു. DGP ചിലപ്പോൾ DGP തന്നെ എഴുതിയെടുത്തോ അതോ DGPക്ക് വേണ്ടി മറ്റൊരാൾ എഴുതിയെടുത്തോ, അങ്ങനെയും വരാം. പക്ഷേ അജിത് കുമാർ മറ്റൊന്നുകൂടി ആവശ്യപ്പെട്ടിരുന്നു. തൻ്റെ മൊഴി എടുക്കുന്ന നടപടി പൂർണ്ണമായും വീഡിയോയിൽ ഷൂട്ട് ചെയ്യണം, വീഡിയോ റെക്കോർഡിങ് നടത്തണം. അത് അസാധാരണമായൊരു ആവശ്യമായിരുന്നു. അതിൻ്റെ പിന്നിൽ ഒരു പോലീസ് ഓഫീസറുടെ ജാഗ്രതയും കൂർമ്മബുദ്ധി എന്ന് പറഞ്ഞാൽ കൂർമ്മബുദ്ധിയും ഒക്കെ ഉണ്ട്. കാരണം അങ്ങനെ കൊടുത്ത മൊഴി നമ്മൾ കൊടുക്കുന്ന മൊഴിയുടെ പകർപ്പിന് നമുക്ക് അവകാശമുണ്ട്. അത് വീഡിയോ റെക്കോർഡ് ചെയ്താൽ അതിൻ്റെ കോപ്പിക്കും നമുക്ക് അവകാശമുണ്ട്. അപ്പോൾ താൻ കൊടുത്ത മൊഴി തനിക്ക് പിന്നീട് ആവശ്യം വരും എന്നുള്ള ബോധ്യത്തിലാണ് MR അജിത് കുമാർ കൊടുത്തത് ഒന്നാമത്തെ കാര്യം. ബുദ്ധിപരമായ നീക്കമാണ്. ഇതിലേക്കൊക്കെ വരുന്നതിന് മുമ്പ് നമ്മൾ ഒരു ടോക്ക് ഇതിനു മുമ്പ് ഒരു 2-3 ആഴ്ചയ്ക്ക് മുമ്പ് സിനു ഓർക്കുന്നുണ്ടോയെന്നറിയില്ല, അഹമ്മദ് മാഷുമായിട്ട് നടത്തിയിരുന്നു. അതിനകത്ത് നമ്മുടെ സംസ്ഥാനത്ത് ഒരു മന്ത്രി, കായിക മന്ത്രിയാണെന്നു അല്ലേ, അബ്ദുറഹ്മാൻ ഒരു സ്റ്റേറ്റ്മെൻറ്റ് നടത്തിയിരുന്നു. മലപ്പുറത്തെ പോലീസ് വ്യാപകമായി കേസുകളെടുക്കുന്നു. അങ്ങനെ വരുമ്പോൾ മലപ്പുറത്ത് കേസ് കൂടുമ്പോൾ മുസ്ലിങ്ങളെല്ലാം പ്രതികളാവുന്നു. അതുകൊണ്ട് മലപ്പുറത്തെ പോലീസ് കേസുകൾ അധികം എടുക്കരുത്. മലപ്പുറത്ത് അധികമായി കേസുകൾ എടുക്കുന്ന പോലീസിൻ്റെ നടപടി തെറ്റാണെന്ന് സംസ്ഥാനത്തൊരു മന്ത്രി പറയുന്നു. ഇപ്പോൾ ഏതെങ്കിലും ഒരു ജില്ലയിൽ പോലീസ് എടുക്കുന്ന കേസുകൾ കുറയ്ക്കണമെന്ന് സംസ്ഥാനത്തൊരു മന്ത്രി ആവശ്യപ്പെടുന്നത് എന്തുകൊണ്ടാണ്? വളരെ കാതലായൊരു ചോദ്യം. അതിനകത്ത് ഇങ്ങനെയാണ്, മുസ്ലിം സമുദായത്തിലെ ആളുകളെ പ്രതികളാക്കി കൂടുതൽ കേസുകൾ എടുക്കുന്നു. പുറത്ത് കൂടുതൽ മുസ്ലിങ്ങളല്ലേ ഉള്ളത്. അതെ, അത് നമ്മളന്ന് ചോദിച്ചൊരു കാര്യമുണ്ട്. ഇപ്പോൾ തിരുവനന്തപുരത്ത് ജനസംഖ്യാപരമായി ഹിന്ദുക്കൾ ഭൂരിപക്ഷം ഉള്ള ഒരു ജില്ലയാണെന്ന് കൂട്ടാം. തിരുവനന്തപുരത്ത് കേസെടുക്കുമ്പോൾ കൂടുതലും ഹിന്ദുക്കൾ പ്രതിയാവുന്നു. അത് ഹിന്ദുക്കളെക്കുറിച്ചൊരു മോശപ്പെട്ട ഇമേജ് ഉണ്ടാകാൻ സഹായിക്കും എന്ന് ശശി തരൂരോ ശിവൻകുട്ടിയോ അല്ലെങ്കിൽ BJPയുടെ ഒരു നേതാവോ അല്ലെങ്കിൽ അവിടെ മത്സരിച്ച BJP സ്ഥാനാർത്ഥി രാജീവ് ചന്ദ്രശേഖരോ ആവശ്യപ്പെട്ടാൽ ഈ നാട്ടിൽ എന്ത് കോലാഹലം ഉണ്ടാകുമായിരുന്നു? ഭയങ്കര പത്രവാർത്ത, പിന്നെ അതേ തുടർന്ന് കോലാഹലങ്ങൾ. സംസ്ഥാന സർക്കാരിൻ്റെ പോലീസ് ഇങ്ങനെ കേസെടുക്കുന്നത് ശരിയല്ല എന്ന് പറഞ്ഞിരിക്കുന്ന ഭരണഘടനാ പദവിയിലിരിക്കുന്ന ഒരു മന്ത്രിയായിരുന്നു. ഇത് ഇപ്പോഴത്തെ കാര്യങ്ങളുമായി കണക്ട് ചെയ്ത് വായിക്കണം. കാരണം മലപ്പുറം ജില്ലയിൽ പോലീസ് എടുക്കുന്ന കേസുകൾ കൂടുന്നു. എന്ത് കേസുകളാണ് മലപ്പുറം ജില്ലയിൽ കഴിഞ്ഞ കുറേ കാലമായി മലപ്പുറത്ത് അല്ലെങ്കിൽ കോഴിക്കോട് കരിപ്പൂർ വിമാനത്താവളം, കോഴിക്കോടാണെങ്കിലും അതിരിക്കുന്നത് മലപ്പുറം ജില്ലയിലാണ്. അപ്പോൾ കേസ് കരിപ്പൂർ വിമാനത്താവളം വഴി കടത്തിക്കൊണ്ടുവരുന്ന കള്ളക്കടത്ത് കേസ് അല്ലേ, അതെ, സ്വർണ്ണക്കടത്ത് കേസ്, മയക്കുമരുന്ന് കേസ്, ഇനി കടത്തിക്കൊണ്ടുവരുന്ന സ്വർണം പൊട്ടിക്കുന്ന കേസ്. ഇതാണ് മലപ്പുറത്തെ പ്രധാനപ്പെട്ട കേസുകൾ. മയക്കുമരുന്ന്, കള്ളക്കടത്ത്, സ്വർണം പൊട്ടിക്കൽ കേസുകളാണ് മലപ്പുറത്ത് കൂടുതലാണ് ഉണ്ടായിരിക്കുന്നത്. അപ്പോൾ അബ്ദുറഹ്മാൻ ഉദ്ദേശിച്ചത് ഇതിനെക്കുറിച്ചാണോ? ആവാം. കാരണം ഇപ്പോൾ ഉണ്ടായ ഈ വിവാദങ്ങളുടെ ഒരു മുന്നൊരുക്കം അബ്ദുറഹ്മാൻ്റെ ഈ സ്റ്റേറ്റ്മെൻറ്റിലൂടെ ഉണ്ടായിരുന്നു. മലപ്പുറത്ത് കേസെടുക്കുന്നത് അല്ലെങ്കിൽ പോലീസിൻ്റെ നടപടി ആരെയൊക്കെയോ ബുദ്ധിമുട്ടിലാക്കുന്നു, ആർക്കൊക്കെയോ വിഷമം ഉണ്ടാകുന്നു. ഇനി നമുക്ക് കള്ളക്കടത്തിലേക്ക് വരാം. കള്ളക്കടത്തായിട്ട് സ്വർണം കൊണ്ടുവരുന്നു, എയർപോർട്ടിൽ നിന്ന് പിടിക്കുന്നില്ല എന്ന് പറഞ്ഞത് ചിലപ്പോൾ കസ്റ്റംസ് അറിയാത്തത് കൊണ്ടായിരിക്കും, ചിലപ്പോൾ കസ്റ്റംസ് അറിഞ്ഞുകൊണ്ട് വിടുന്നതായിരിക്കും. കണ്ണടച്ചു വിടുന്നു. എന്തുകൊണ്ട് കണ്ണടച്ചു വിടുന്നു എന്ന് പറഞ്ഞാൽ, കാരണം പുറത്തെത്തി ഇത് പിടിക്കണം. പുറത്തെത്തി പിടിക്കാൻ കസ്റ്റംസിന് അങ്ങനെ പറ്റത്തില്ല. പുറത്തുനിന്നും കസ്റ്റംസിന് പിടിക്കുകയൊക്കെ ചെയ്യാം, പക്ഷേ അതവർ ക്ലീനായിട്ട് പോലീസിന് വിട്ടു കൊടുക്കുക. പക്ഷേ നമ്മുടെ നാട്ടിൽ നിയമവിരുദ്ധമായി കൊണ്ടുവരുന്ന സ്വർണം പിടിക്കാനുള്ള അധികാരം പോലീസിനില്ല. കസ്റ്റംസ് ആക്ട് പ്രകാരം കസ്റ്റംസിന് മാത്രമേ ഉള്ളൂ. അതായത് കസ്റ്റംസ് ചെക്കിങ് കഴിഞ്ഞ് എമിഗ്രേഷൻ പ്രോസസ്സ് എല്ലാം കഴിഞ്ഞ് അവിടെ നിന്ന് പുറത്തേക്ക് വരുന്ന ഒരു സ്വർണം ഇല്ലീഗലാണെന്ന് പറയാൻ പറ്റില്ല, നിയമവിരുദ്ധമാണെന്ന് പറയാൻ പറ്റില്ല. ആ സ്വർണത്തിൻ്റെ എന്തെങ്കിലും രേഖ കാണിച്ചാൽ അത് നിയമപരമായി. മനസ്സിലായില്ലേ? അപ്പോൾ പിന്നെ എങ്ങനെയാണ് അധികാരമില്ലാത്ത പോലീസ് മലപ്പുറത്ത് ഡാൻസ് ഓഫ് എന്നൊക്കെ പറയുന്ന ഡിസ്ട്രിക്ട് ആൻറ്റി നാർക്കോട്ടിക് സ്പെഷ്യൽ സ്ക്വാഡായിരുന്നു ഡാൻസ് ഓഫ്. അവർ പിടിക്കേണ്ടത് മയക്കുമരുന്ന് പിടിക്കേണ്ട പോലീസ്
വഴിയിൽ കാത്തു നിന്ന് കിട്ടുന്ന ഇൻഫർമേഷൻ അനുസരിച്ച് ആ ഇൻഫർമേഷൻ കൊടുക്കുന്നത് ഇൻഫോർമർമാരാകാം അല്ലെങ്കിൽ കസ്റ്റംസ് ആകാം. കസ്റ്റംസ് ആണെങ്കിൽ തന്നെ അവർ കൊടുക്കുന്ന വിവരമനുസരിച്ച് സ്വർണം പിടിക്കുന്നു, കള്ളക്കടത്തുകാരുടെ സ്വർണം പിടിക്കുന്നു. ഈ സ്വർണം പിടിച്ചിട്ട് അത് കസ്റ്റംസ് പിടിക്കുമ്പോൾ എയർപോർട്ടിൽ വെച്ച് നമ്മൾ മുമ്പൊരിക്കൽ പറഞ്ഞ കാര്യങ്ങളാണ്. അതായത് അത് വീഡിയോ റെക്കോർഡിംഗ് ഒക്കെ ഉണ്ട്. വഴിയിൽ പോകുന്ന വഴിക്ക് ഈ നിയമപരമായി സ്വർണം പിടിക്കാൻ അധികാരമില്ലാത്ത ഡാൻസ് ഓഫ് പോലെയുള്ള ഏജൻസി ചെയ്തുകൊണ്ടിരിക്കുന്ന പണിയെന്നറിയോ? വാഹന പരിശോധന. വാഹനം പരിശോധിച്ചപ്പോൾ കുറേ സ്വർണം കിട്ടി. ഇത് എവിടെ നിന്ന് ചോദിച്ച് കിട്ടിയില്ല, KCR ചെയ്തു. ഇങ്ങനെ അധികാരമില്ലാതെ സ്വർണം കടത്തിക്കൊണ്ടുവന്ന് എന്നെടുത്ത കേസുകൾ കോടതിയിൽ വരുമ്പോൾ വിട്ടുപോവുകയും ചെയ്യും. അത് വേറൊരു കാര്യം. പക്ഷേ അവിടെ സംഭവിക്കുന്നത് ഈ പിടിച്ചെടുക്കുന്ന സ്വർണം എത്രയെന്ന് അറിയത്തില്ല, കണക്കില്ല, രേഖയില്ല. അത് വീഡിയോ റെക്കോർഡ് ചെയ്യുന്നു. പോലീസ് 10 കിലോ സ്വർണം പിടിച്ചിട്ട് 1 കിലോ എന്ന് പറഞ്ഞാൽ 1 കിലോയാണ്. വേറെ തെളിവൊന്നുമില്ല. ഈ 9 കിലോ വീതം വെച്ച് പോകും. പോലീസ് ഓഫീസർമാർ പിന്നെ കസ്റ്റംസുകാരുണ്ട്, അവർക്ക് എല്ലാം വീതം വെച്ച് പോകും. അതുകൊണ്ടാണ് ഇൻഫോർമർമാർ വന്നിട്ട് കസ്റ്റംസിനോട് പറയുന്നത് സ്വർണം വരുന്നുണ്ട്, ഞാൻ വിവരം തരാം, ഞാൻ അതും പറഞ്ഞു 2 ലക്ഷം രൂപ 2 ലക്ഷം രൂപ 1.5 കിട്ടുള്ളൂ. കസ്റ്റംസിന് നിയമപ്രകാരം 1 കിലോ സ്വർണത്തിൻ്റെ ഇൻഫർമേഷൻ കൊടുത്താൽ 1.5 ലക്ഷം രൂപ കിട്ടാനേ പ്രൊഫഷനുള്ളൂ, വിവരം കിട്ടിയാൽ. അല്ല, പോലീസ് 2 തരാമെന്ന് പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾക്ക് തന്നാൽ എന്താണെന്ന് ചോദിക്കും. പോലീസ് എവിടെ നിന്ന് കൊടുക്കും? പോലീസിന് ഇതിന് ഫണ്ടൊന്നുമില്ല. പോലീസിന് അറിയാം ഈ പിടിക്കുന്ന സ്വർണം മുഴുവൻ അവരെടുക്കുകയല്ലേ, അപ്പോൾ പിന്നെ 2 ലക്ഷം പിന്നെ കൊടുത്താൽ എന്താ? ഇതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്. അപ്പം ഞാൻ ഈ പറയാൻ കാരണം, ഇത് മലപ്പുറം ജില്ലയിലെ, കോഴിക്കോട് ജില്ലയിലെ കള്ളക്കടത്തുകാർക്ക് വലിയ തലവേദനയായി. ഏത്? ജില്ലാ പോലീസിൻ്റെ ഈ ഡാൻസ് ഓഫ് വഴിയൊക്കെ ഉള്ള ഓപ്പറേഷൻസ്. കാരണം സ്വർണം കൊണ്ടുവന്നാൽ എങ്ങനെയും പോലീസ് കൊണ്ടുപോകും. പോലീസ് കൊണ്ടുപോയി വേറൊന്നുണ്ട്. പോലീസിന് കസ്റ്റംസ് പിടിച്ച സ്വർണം, കസ്റ്റംസ് ഞാൻ പിടിക്കുകയാണെങ്കിൽ കസ്റ്റംസ് പിടിക്കട്ടെ എന്നാണ് ഇവരുടെ ആഗ്രഹം. കസ്റ്റംസ് പിടിച്ച സ്വർണം എന്താണെന്നറിയോ? അത് നികുതി അടച്ചാൽ സ്വർണം കിട്ടും. ഡ്യൂട്ടി അടച്ചാൽ കിട്ടും. നഷ്ടപ്പെടുന്നില്ല. പോലീസ് പിടിച്ചാലോ സ്വാഹ, കിട്ടത്തില്ല. മറ്റേടത്ത് ലാഭമില്ലെന്നേ ഉള്ളൂ, സാധനം കിട്ടും. ഇവിടെ സാധനം കിട്ടത്തില്ല. കാരണം പോലീസ് അത് കോടതിയിൽ കൊണ്ടുപോകുന്ന പോലീസുകാർ വീതം വെച്ചെടുക്കുകയാണ്. അപ്പോൾ കഴിഞ്ഞ കുറേ കാലമായി മലപ്പുറം ജില്ലയിൽ പോലീസ് മനഃപൂർവ്വം നടത്തുന്ന ഒരു സ്വർണം പൊട്ടിക്കലുണ്ട്. അതായത് കള്ളക്കടത്ത് സ്വർണം കൊണ്ടുപോകുന്നവരിൽ നിന്ന് വേറെ ആളുകൾ അടിച്ചുകൊണ്ട് പോകുന്നതാണ് സ്വർണം പൊട്ടിക്കൽ. ഇവിടെ സ്വർണം പൊട്ടിക്കുന്ന പണി നിയമവിരുദ്ധമായി ഒരധികാരമില്ല എന്നിട്ട് പോലീസ് ഏറ്റെടുത്തു. ഒരുപാട് സ്വർണം കൊണ്ടുവരുന്ന ആളുകൾക്ക് വല്ലാതെ പരിക്കേറ്റു. അതും അബ്ദുൾ റഹ്മാൻ്റെ സ്റ്റേറ്റ്മെൻറ്റുമായിട്ടൊന്ന് കൂട്ടി വായിക്കണം. മലപ്പുറം ജില്ലയിൽ പോലീസ് വ്യാപകമായി കേസെടുക്കുന്നത് ഒരു സമുദായത്തിന് ബുദ്ധിമുട്ടുണ്ടാക്കുന്നു. ഇതാണ് ഒന്നാമത്തെ കാര്യം. ഇത് അബ്ദുൾ റഹ്മാൻ്റെ 2 മാസം മുമ്പുള്ള ആ പ്രസ്താവനയും ഇപ്പോഴത്തെ സംഭവവികാസങ്ങളും കണക്ട് ചെയ്ത് ആലോചിക്കുമ്പോൾ ഒരു ലിങ്ക് വരുന്നുണ്ട്. മലപ്പുറത്തെ പോലീസ് കുഴപ്പമാണ്. പോലീസ് സംസ്ഥാന സർക്കാരിനെ സഹായിക്കുന്നുണ്ടെന്ന് ചോദിച്ചാൽ കുറച്ചൊക്കെ കിട്ടുന്നുണ്ട്. അവർ 10 കിലോ സ്വർണം പിടിച്ചാൽ 1 കിലോ എന്ന് പറയും, ബാക്കി 9 എടുക്കുന്നുള്ളൂ. പക്ഷേ കള്ളക്കടത്തുകാർക്ക് ഒരു തരത്തിലും പ്രവർത്തിക്കാൻ പറ്റാത്തൊരു സാഹചര്യം പോലീസിൻ്റെ ഈ ഇടപെടൽ മൂലമുണ്ടായിരിക്കുന്നു. അത് പോലീസുകാർ, ഞാൻ അടിവരയിട്ട് പറയുന്നു, നാടിനെ സഹായിക്കാൻ വേണ്ടിയിട്ടല്ല, പോലീസുകാർക്ക് നന്നാവാൻ വേണ്ടിയിട്ടാണ്. അതുകൊണ്ട് മലപ്പുറത്തെ പോലീസുകാരെ ആകെ മാറ്റണം. ഒന്നെങ്കിൽ മലപ്പുറത്തെ പോലീസുകാർ കേസെടുക്കാതിരിക്കണം, അല്ലെങ്കിൽ മലപ്പുറത്തെ പോലീസ് സംവിധാനം അഴിച്ചു പണിയണമെന്ന് ആദ്യമായി ആവശ്യപ്പെട്ടത് സംസ്ഥാനത്തൊരു മന്ത്രിയാണ്. മലപ്പുറത്ത് വേണമെങ്കിൽ എല്ലാ പോലീസുകാരും നമ്മൾ പറഞ്ഞാൽ കേൾക്കുന്ന, നമുക്ക് വേണ്ടപ്പെട്ട, പറ്റുമെങ്കിൽ നമ്മുടെ ആളുകൾ, ഞാൻ ഉദ്ദേശിച്ചത് എന്താണെന്ന് മനസ്സിലാവും, ആയാൽ കൊള്ളാമെന്ന് ചില ആളുകൾക്ക് ആഗ്രഹമുണ്ട്. ഇതാണ് ഒന്നാമത്തെ കാര്യം. രണ്ടാമത്തെ കാര്യം, അപ്പോൾ ഈ സ്വർണ്ണക്കള്ളക്കടത്തുകാർക്ക് വേണ്ടിയിട്ട് ആണ് പരോക്ഷമായിട്ടാണെങ്കിലും സംസ്ഥാനത്ത് ഒരു മന്ത്രി സംസാരിച്ചത്. അതിൻ്റെ ഒരു ആക്ഷൻ പ്ലാനാണ് ഇപ്പോൾ PV അൻവറിലൂടെ നടപ്പാക്കപ്പെടുന്നത് എന്ന് ADGP അജിത് കുമാർ വളരെ കാര്യകാരണ സഹിതം DGP കൊടുത്ത മൊഴിയിലുണ്ട് എന്നാണ് പറയുന്നത്. അൻവറിൻ്റെ പിന്നിൽ ഇത്തരം ചില താല്പര്യങ്ങളുണ്ട് എന്ന് മൊഴി കൊടുത്തതായി പറയുന്നു. പിന്നെ രണ്ടാമത്തെ, ഇത്തരം സംഘങ്ങൾക്ക് രാജ്യവിരുദ്ധ സംഘങ്ങളുമായും ബന്ധമുണ്ട്. അവിടെ മലപ്പുറം കേന്ദ്രീകരിച്ചുള്ള നടക്കുന്ന ചില രാജ്യവിരുദ്ധ പ്രവർത്തനങ്ങൾ, പോപ്പുലർ ഫ്രണ്ടുമായിട്ടുള്ള ബന്ധം നോക്കൂ. വളരെ പെട്ടെന്ന് അൻവറും ജലീലും തമ്മിൽ ഉള്ള സൗഹൃദമൊന്നും കേരളത്തിന് അറിയില്ലായിരുന്നു. വളരെ പെട്ടെന്നാണ് അൻവറിൻ്റെ സഹായിയായിട്ട്, അൻവർ ചാവേറാണ്, ഒരാൾ ചാവേറാവാൻ തീരുമാനിച്ചാൽ അയാളെ രക്ഷിക്കാൻ ആർക്കും കഴിയില്ല എന്ന നിലപാടുമായിട്ട് ജലീൽ വരുന്നത്. അപ്പോൾ അതിനകത്തൊക്കെ ഇതൊക്കെ വളരെ പെട്ടെന്ന് ഉണ്ടാവുന്ന ഒരു സംഭവമല്ല. അത് പ്ലാൻ എല്ലാം കാൽക്കുലേഷൻ്റെ ഭാഗമായി നടക്കുക. ജലീലിൻ്റെ ബന്ധങ്ങൾ ഇങ്ങനെ പുറകോട്ട് ആലോചിച്ച് നോക്കി. സിമി ചെന്ന് നിൽക്കുന്നു, പഴയ സിമിക്കാരനാണ്. അപ്പോൾ പാമ്പ് അതിൻ്റെ പൊറ്റ
പടം പൊഴിച്ച് കളയുന്നു എന്നതുപോലെ സിമി എന്ന മുഖം മൂടി കളഞ്ഞ ആളാണ്. അതാണ് കാശ്മീരിനെ കുറിച്ച് അദ്ദേഹം മുമ്പൊരിക്കലും പ്രസ്താവന നടത്തി. കാശ്മീരിൽ പോയിട്ട് കാശ്മീർ നമ്മുടെ അല്ല എന്നുള്ളത്, ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീർ എന്ന്. അങ്ങനെയാണ് പറഞ്ഞത്. ഫേസ്ബുക്കിൽ പോസ്റ്റ് ചെയ്തു. പാകിസ്ഥാൻ്റെ കൈവശമുള്ള കാശ്മീരും ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീരും. അപ്പോൾ ഇന്ത്യയുടെ കൈവശമുള്ള കാശ്മീർ എന്ന് പറഞ്ഞാൽ ഇന്ത്യയുടെ അല്ല എന്ന് ദുനിയാണ് ഇതിനകത്തുള്ളത് എന്ന് പോസ്റ്റിട്ട ആളാണ്. ഇപ്പോൾ സംസ്ഥാനത്തെ മന്ത്രി ആയിരിക്കുമ്പോഴാണോ മന്ത്രിസ്ഥാനം വിട്ടുടനെയാണോ എന്നറിയില്ല, MLA ആയിരിക്കുമ്പോഴാണ് ഈ പോസ്റ്റ് ഇടുന്നത് കാശ്മീർ സംബന്ധിച്ച്. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഉള്ളിലുള്ള തനി സ്വരൂപം ഇടയ്ക്കിടയ്ക്ക് പുറത്തു വരാറുണ്ട്. അങ്ങനെയുള്ള ജലീൽ വളരെ പെട്ടെന്ന് സപ്പോർട്ട് അൻവറുമായിട്ട് സപ്പോർട്ടാവുന്നു. കള്ളക്കടത്ത് സംഘങ്ങളൊക്കെ ആയിട്ട് ബന്ധമുണ്ടെന്ന് ചില ആരോപണങ്ങളൊക്കെ ഉണ്ടാവുകയും അതേ തുടർന്ന് ഒന്ന് സൈഡ് ലൈൻ ചെയ്യപ്പെട്ട ആളാണ് കാരാട്ട് റസാക്ക്. കാരാട്ട് റസാക്ക് വരുന്നു. പക്ഷേ റസാക്ക് വന്നതിനേക്കാൾ വേഗത്തിൽ തിരിച്ചുപോയി യൂട്ടേൺ അടിച്ച് സോമർസോൾട്ട് അടിച്ച് നിൽക്കുകയാണ്. അതിൻ്റെ പിന്നിൽ ആരുടെ ഇടപെടലാണെന്ന് നോക്കണം. പണി ദേഹത്ത് മണ്ണ് പറ്റും എന്ന് കണ്ടതുകൊണ്ടായിരിക്കാം കാരാട്ട് റസാക്ക് പോയത്. പക്ഷേ അൻവറിന് വെച്ച കാലം പിന്നോട്ട് വെച്ചാൽ അൻവർ ഫിനിഷ്ഡാണ്. അതുകൊണ്ട് അങ്ങനെ പറ്റില്ല. അൻവറിന് ഇല്ല. അൻവർ എന്തായാലും ആരുടെയോ പ്രേരണ കൊണ്ട് അൻവർ ചാടിപ്പോയി. അൻവറിന് ഇനി ആരുടെയെങ്കിലും തലയെടുത്തേ പറ്റുള്ളൂ. ഇറങ്ങിപ്പോയി. ഇനി പിന്നോട്ട് പോകാൻ പറ്റില്ല. അൻവർ ആദ്യം ഷാജൻസ്കറിയോടാണ് മുട്ടിയത്. ഷാജൻസ്കറിയോട് മുട്ടിയിട്ട് അൻവറിന് കുറേ കാര്യങ്ങൾ ചെയ്യാൻ പറ്റി. പക്ഷേ അൻവറിന് പരാജയമായിരുന്നു. സുപ്രീം കോടതി ചെന്നപ്പോൾ ഷാജൻസ്കറിയുടെ വക്കീലിനെ പോലെയാണ് സുപ്രീം കോടതി ജഡ്ജി പെരുമാറിയത്. കാരണം അതിനകത്ത് ഒരു ന്യായം ഉണ്ടായിരുന്നില്ല ആ മാധ്യമ വേട്ടയ്ക്ക്. അതുകൊണ്ട് സുപ്രീം കോടതി വളരെ പോസിറ്റീവായിട്ടാണ് ഷാജൻ്റെ കേസിൽ വിധി പറഞ്ഞത്. അങ്ങനെ വന്നിട്ട് അൻവറിന് അവിടെ ഒരു പരാജയം ഉണ്ടായി. പിന്നെ വന്നിട്ട് നോക്കി, ഇപ്പോൾ അൻവർ പിടിക്കുന്ന എന്ത് കേസിലും MR അജിത് കുമാറിനെ പെടുത്തുകയാണ്. MR അജിത് കുമാറിനെ പെടുത്തി. പക്ഷേ വളരെ പെട്ടെന്ന് അൻവർ അതിൽ ശശി അങ്ങോട്ട് ഒഴിവാക്കി. ഇപ്പോൾ ഗോവിന്ദൻ ഇന്നലെ പാർട്ടി LDF യോഗം എല്ലാം കഴിഞ്ഞിട്ട് പറഞ്ഞത് എന്താ, അൻവർ പരാതിയൊക്കെ പറഞ്ഞു, ശശിക്കെതിരെ പരാതി പറഞ്ഞിട്ടില്ല. ഈ പാർട്ടിക്കൊരു നയമുണ്ട്, എഴുതി തരണം എന്ന് പറഞ്ഞിരിക്കുക. അപ്പോൾ അൻവർ ഇന്ന് തിരുവനന്തപുരത്ത് പോകുന്ന പറഞ്ഞത് ശശിക്കെതിരെ അൻവർ ഒരു പരാതി എഴുതി കൊടുത്താൽ ഞാൻ കണക്കാക്കുന്നത് അൻവറിൻ്റെ ആരംഭത്തിൻ്റെ തുടക്കമാണ് രാഷ്ട്രീയമായി. കാരണം അവസാനത്തിൻ്റെ തുടക്കം. ശശി CPM സംസ്ഥാന കമ്മിറ്റി അംഗമാണ്. സംസ്ഥാന കമ്മിറ്റിയുടെ തീരുമാനപ്രകാരമാണ് ശശിയെ പൊളിറ്റിക്കൽ സെക്രട്ടറിയായിട്ട് തീരുമാനിച്ചത്. അത് പിണറായി വിജയൻ്റെ മാത്രം തീരുമാനമല്ല, പാർട്ടി സംസ്ഥാന കമ്മിറ്റിയും സംസ്ഥാന കമ്മിറ്റി സെക്രട്ടറിയായ ഗോവിന്ദൻ്റെയും കൂടി തീരുമാനമാണ്. അങ്ങനെയുള്ള ശശിക്കെതിരെ ആരോപണം എന്ന് പറയുന്നത് പാർട്ടിക്ക് തന്നെ എതിരെയുള്ള ഒരു ആക്ഷേപമായി മാറും. പാർട്ടി അംഗം കൂടിയല്ല ഈ അൻവർ. അല്ല, അംഗം കൂടിയല്ല. അപ്പോൾ എഴുതി തന്നാലേ, പാർട്ടി മെമ്പർ അല്ലാത്തതുകൊണ്ട് എഴുതി തന്നാലേ അത് പരിഗണിക്കാൻ കഴിയുള്ളൂ എന്ന് പറയുന്നത് അൻവറിനുള്ളൊരു കെണിയാണ്. ആ കെണിയിലേക്ക് അൻവർ പോവുകയാണ്. അപ്പോൾ അജിത് കുമാർ ഇപ്പോൾ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഈ അൻവർ പറയുന്നുണ്ട്, ഞാൻ അത് ചോർത്തി ഇത് ചോർത്തി എന്നൊക്കെ പറയുന്നുണ്ടല്ലോ. അൻവർ വിചാരിക്കുന്നതിൻ്റെ 500 ഇരട്ടി കാര്യങ്ങൾ സംസ്ഥാന പോലീസിലെ ക്രമസമാധാന ചുമതലയുള്ള ADGP ആയ അജിത് കുമാറിന് പറ്റും. ഉറപ്പായിട്ടും പറ്റും, ഒരു സംശയമില്ല. അപ്പോൾ അൻവറിന് പറ്റിയ തണ്ടിയല്ല അജിത് കുമാർ. അജിത് കുമാറിനെ ഭയങ്കരമായി ടാർണിഷ് ചെയ്യാൻ വേണ്ടി ചെയ്ത ശ്രമങ്ങൾ സത്യത്തിൽ അൻവറിന് ബൂമറാങ്ങി ആയി വരികയാണ്. ശരിക്കും സമൂഹ മധ്യത്തിൽ അങ്ങ് താറടിക്കുകയാണ്. അത് ആരോഗ്യകരമായൊരു വിമർശനം പോലുമല്ല. അദ്ദേഹത്തിനെതിരെ ശബരിമലയിൽ തിരക്കുണ്ടാക്കിയത് അൻവർ, ഷിബുസ്വാമിയുടെ ആശ്രമം കത്തിച്ചത്, പ്രതികളെ രക്ഷിച്ചത് അൻവറല്ല, അജിത് കുമാർ. ശബരിമല തിരക്ക് അജിത് കുമാർ, പൂരം കലക്കിയത് അജിത് കുമാർ. ഈ നാട്ടിൽ എന്തു പ്രശ്നം ഉണ്ടെങ്കിലും ബംഗ്ലാദേശിൽ നമ്മൾ അന്ന് പറഞ്ഞാൽ ബംഗ്ലാദേശിലെ ഭരണത്തെ അട്ടിമറിച്ചത് അൻവർ അജിത് കുമാർ. ഇങ്ങനെയൊക്കെ അൻവറിന് പറയാം. അൻവർ എന്തിനും ഏതിനും ബലിമൃഗത്തെ പോലെ അജിത് കുമാറിനെതിരെ നടത്തിയ വേട്ടയാടൽ അൻവറിൻ്റെ വിശ്വാസ്യത കളഞ്ഞിട്ടുണ്ട്. അൻവറും അജിത് കുമാറും തമ്മിൽ വേറെന്തോ ഒരു ഇഷ്യൂ ഉണ്ട്. ഇവർ തമ്മിലുള്ള ശത്രുതയ്ക്ക് മറ്റെന്തോ ഒരു കാര്യമുണ്ടെന്ന് പൊതുജനങ്ങൾ സംശയിക്കുന്ന തരത്തിലേക്ക് വന്നു. ഇതിനിടയ്ക്ക് ഈ തീവ്രവാദ ബന്ധം പറയുമ്പോഴത്തേക്കാണ് KM ഷാജി നടത്തിയൊരു പത്രസമ്മേളനം പെട്ടെന്ന് സംശയകരമാണ്. നമ്മുടെ ആ തീവപ്പ് കേസിലെ പ്രതി, എലത്തൂർ തീവപ്പ് കേസിലെ പ്രതിയെ ഷഹീൻബാദിൽ നിന്നാണ് പിടിച്ചത്. അതിൽ തീവ്രവാദ ബന്ധമുണ്ടെന്ന് അജിത് കുമാർ പറഞ്ഞു. അതും അന്വേഷിക്കണമെന്ന് പറഞ്ഞപ്പോൾ ട്രെയിൻ കത്തിച്ച് 2-3 ആളുകളെ കൊലപ്പെടുത്തിയ NIA തീവ്രവാദ കേസാണെന്ന്, തീവ്രവാദ ബന്ധമുണ്ടെന്ന് കണ്ടെത്തിയ കേസിലെ പ്രതിക്ക് വേണ്ടിയും ഷാജിയെ പോലെയുള്ള ആളുകൾ വരുന്നു. അപ്പോൾ ഇതെല്ലാം നോക്കുമ്പോൾ ഇതിനകത്തൊക്കെ ഒരു പ്രത്യേക എലമെൻറ്റ്, ആ എലമെൻറ്റിന് ഞാൻ പേര് പറയുന്നില്ല, അത് സാമുദായികമാണെന്ന് പറയുന്നതുകൊണ്ടാണ്. ഈ അൻവർ അതിൻ്റെ ഇടയ്ക്ക് അജിത് കുമാറിൻ്റെ ഈ ദാവൂദ് ഇബ്രാഹിം എന്നിവരെ പറഞ്ഞു. എന്തിനായിരിക്കും അത്ര ഒരു പരാമർശം നടത്തുന്നത് ശരിക്കും? അപ്പോൾ ദാവൂദ് ഇബ്രാഹിമിനെ അൻവറിനെ അറിഞ്ഞുകൂടാത്തോണ്ടായിരിക്കാം. അപ്പോൾ അൻവറിനെ സംബന്ധിച്ച് വേറെ ഒരുപാട് ആക്ഷേപങ്ങളൊക്കെ വന്നിട്ടുണ്ട്. രാജ്യവിരുദ്ധമായിട്ടുള്ള ചില ആളുകളെ ചിലയിടത്തൊക്കെ താമസിപ്പിച്ചു എന്നോ എന്നൊക്കെ പറഞ്ഞിട്ടുള്ള ചില വിവാദങ്ങളൊക്കെ മുൻകാലങ്ങളിൽ വന്നിരുന്നു തോന്നുന്നു. ഏതായാലും വയർലെസ് ചോർത്തിയ
ഷാജൻ രാജ്യദ്രോഹ പ്രവർത്തനമാണ് ചെയ്തിട്ടുള്ളതെങ്കിൽ പോലീസ് ഉദ്യോഗസ്ഥരുടെ കുടുംബാംഗങ്ങളുടെ ഉൾപ്പെടെയുള്ള ടെലഫോൺ ടാപ്പ് ചെയ്തു എന്ന് സ്വയം പറയുന്ന അൻവറും ചെയ്തിരിക്കുന്നത് അതിൽ കുറഞ്ഞ കുറ്റകൃത്യമൊന്നുമല്ല, നിയമവിരുദ്ധമായ കാര്യമാണ്. അപ്പോൾ എം.ആർ. അജിത് കുമാറിൻ്റെ മൊഴി അൻവറിന് കുറച്ച് വിഷമമുണ്ടാക്കുന്ന സാധനങ്ങളാണ്. അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അതിൻ്റെ വിശദാംശങ്ങൾ വരും ദിവസങ്ങളിൽ വരും. 1 കള്ളക്കടത്ത്, 2 ഡ്രഗ്സ്, 3 അധോലോക ബന്ധങ്ങൾ. അധോലോക ബന്ധങ്ങൾക്കുപരി രാജ്യാന്തര ബന്ധമുള്ള രാജ്യവിരുദ്ധ ശക്തികളുമായിട്ടുള്ള ചില ബന്ധം, ഇത്തരം കാര്യങ്ങൾ സംബന്ധിച്ചുള്ള ചില നിർണായക വെളിപ്പെടുത്തലുകൾ എം.ആർ. അജിത് കുമാർ DGP കൊടുത്ത മൊഴിയിലുണ്ട്. ഈ മൊഴി ഇന്നല്ലെങ്കിൽ നാളെ പുറത്തു വരും. അതോടുകൂടി കേരളത്തിൽ ഒരു വലിയ ബോംബ് സ്ഫോടനം നടക്കാൻ പോവുകയാണ്. കാത്തിരിക്കാം. പക്ഷേ അൻവറിനെ സംബന്ധിച്ച് അൻവർ ഈ പറഞ്ഞ പോലെ അജിത് കുമാറിനെ തൂക്കിക്കൊല്ലാനൊന്നും പറ്റില്ല. ഇപ്പോൾ നമ്മുടെ കേരള കേഡറിലെ ഒരു മിടുക്കനായ ഒരു ഓഫീസർ, ADGP ഇപ്പോൾ ഉണ്ടെങ്കിൽ കേരളത്തിൽ DGP ആവേണ്ട ആളായിരുന്നു രവാഡ ചന്ദ്രശേഖർ. രവാഡ ചന്ദ്രശേഖർ ഇപ്പോൾ ഇവിടെ ഇല്ലല്ലോ. അദ്ദേഹം ഇവിടെ വന്നിട്ട് ആത്മാഭിമാനത്തോടെ ഇവിടുത്തെ ചില വൃത്തികെട്ട രാഷ്ട്രീയക്കാരെ അവരുടെ ഉത്തരവുകൾ കേട്ട് ജീവിക്കാൻ പറ്റത്തില്ല എനിക്കെന്ന് പറഞ്ഞ് അദ്ദേഹം കേന്ദ്ര സർവീസിലേക്ക് ഓപ്റ്റ് ചെയ്ത് ഇൻ്റലിജൻസ് ബ്യൂറോയിലെ ഡെപ്യൂട്ടി ജോയിൻറ്റ് ഡയറക്ടറോ മറ്റായിട്ട് ഇപ്പോൾ ജോലി ചെയ്യുകയാണ്. അദ്ദേഹം ഇവിടെ ഉണ്ടായിരുന്നത് അദ്ദേഹം DGP ആയിരുന്നു. എനിക്ക് DGP പോലും ആവണ്ടെന്ന് പറഞ്ഞു. അപ്പോൾ അങ്ങനെ ആത്മാഭിമാനമുള്ള ആളുകൾ കേരള പോലീസ് വിട്ടൊക്കെ പോയിട്ടുണ്ട്. അജിത് കുമാറിനെ തൂക്കിക്കൊല്ലാനൊന്നും അൻവർ വിചാരിച്ചാൽ നടക്കില്ല. അപ്പോൾ അൻവറിന് അജിത് കുമാറിനെ സസ്പെൻഡ് ചെയ്യാനും പറ്റില്ല. സസ്പെൻഡ് ചെയ്യണമെങ്കിൽ മതിയായ കാരണം വേണം. RSSൻ്റെ ഒരു നേതാവിനെ കണ്ടു എന്ന് പറഞ്ഞ് ഒരാളെ സസ്പെൻഡ് ചെയ്യാൻ പറ്റും? RSS എന്താ ഈ രാജ്യത്തെ നിരോധിത സംഘടനയാണോ? RSSൻ്റെ ഒരു നേതാവിനെ കണ്ടു എന്നതിൻ്റെ പേരിൽ എം.ആർ. അജിത് കുമാറിനെ പിണറായി വിജയൻ സസ്പെൻഡ് ചെയ്താൽ രാഷ്ട്രീയമായി പിണറായിക്കും CPM-നും അത് വലിയ ദോഷമാണ്. ഇവിടെ കുറേ സുഡാപ്പികളുടെ കയ്യടി കിട്ടും എന്ന് കരുതി അത്തരം ഒരു ആത്മഹത്യാപരമായ നടപടിയിലേക്ക് പിണറായി വിജയൻ പോകത്തില്ല. അതിന് കാരണം അത് RSSനെ പോലെയുള്ള ഒരു സംഘടനയെ കണ്ടു എന്നതിൻ്റെ പേരിൽ ഒരു പോലീസ് ഓഫീസറെ, ഒരു ഇന്ത്യൻ പോലീസ് സർവീസിലെ ഒരു ഉദ്യോഗസ്ഥനെ സസ്പെൻഡ് ചെയ്യുക എന്ന് പറഞ്ഞാൽ, പ്രത്യേകിച്ച് RSS ബന്ധമുണ്ടെന്ന് ഇവർ പറയുന്ന ഒരു സർക്കാർ ഇന്ത്യ രാജ്യം ഭരിക്കുമ്പോൾ പിണറായി വിജയനും CPM-നും കേരള സർക്കാരിനും വലിയ ഗുണമൊന്നും ചെയ്യത്തില്ല. ആഫ്രിക്കൻ അൻവറിന് കേരള സർക്കാരിനെ പ്രത്യേകിച്ച് കാര്യമായി സഹായിക്കാനും പറ്റത്തില്ല, ഉപദ്രവിക്കാനേ പറ്റുള്ളൂ. ഏതായാലും എം.ആർ. അജിത് കുമാറിൻ്റെ വെളിപ്പെടുത്തലുകൾ നിർണായകമാണ്. അത് അൻവറിൻ്റെ കഴുത്തിൽ ചുറ്റുന്ന പാമ്പായി മാറുമോ ഇല്ലയോ എന്നാണ് നമുക്ക് കണ്ടറിയേണ്ടത്. കൂടുതൽ വാർത്തകളും വിശേഷങ്ങളും നിങ്ങളിലേക്ക് എത്താൻ ABC മലയാളം സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടണും അമർത്തുക.